PSC UPSC നിയമനം 8621 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം ലഭിച്ചത് വെറും 3072 പേർക്ക് മാത്രം. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ മലപ്പുറം ജില്ലയിൽ 508 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും കുറവ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. വെറും 46 പേർക്ക് പത്തനംതിട്ട ജില്ലയിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് UPSC നിയമനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിദ്യാഭ്യാസ വകുപ്പിലെ UP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ വെറും 1.5 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. 4 ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒക്ടോബർ 9 അവസാനിക്കുക. മെയിൻ ലിസ്റ്റിൽ 4788, സപ്ലിമെന്ററി ലിസ്റ്റിൽ 3598, ഭിന്നശേഷി ലിസ്റ്റിൽ 235 എന്നിങ്ങനെ 8621 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് എല്ലാ ജില്ലകളിലുമായി ഇതുവരെ നടന്നത് 3072 നിയമന ശുപാർശ മാത്രമാണ്. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിലുമാണ്. കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിൽ 100-ൽ താഴെ നിയമന ശുപാർശ മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും 4175 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. ഇത്തവണ തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിയമന ശുപാർശ വർദ്ധിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മുൻ ലിസ്റ്റിനേക്കാൾ ഏറെ പിന്നിലാണ് നിയമന നില. ഇനി നമുക്ക് UPSC നിയമന ശുപാർശയുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം, നിയമന ശുപാർശ ലഭിച്ചവരുടെ എണ്ണം, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ലഭിച്ചവരുടെ എണ്ണം, ഈ കണക്കുകൾ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 589 നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് 339 പേർക്ക്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 400 പേർക്കാണ്. കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ 666 പേര്, നിയമന ശുപാർശ 172, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 376. ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 260, നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് 46 പേര്, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 117 പേർ. ആലപ്പുഴ ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ 314 പേര്, നിയമന ശുപാർശ 138, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 154. കോട്ടയം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ 236, നിയമന ശുപാർശ 85, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 86. ഇടുക്കി ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ 511, നിയമന ശുപാർശ 75, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 141. എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ 517, നിയമന ശുപാർശ 180, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 218. തൃശൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 540, നിയമന ശുപാർശ 235, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 208. പാലക്കാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 755, നിയമന ശുപാർശ 240, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 455. മലപ്പുറം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 1957, നിയമന ശുപാർശ 508, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 980. കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 647, നിയമന ശുപാർശ 362, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 241. വയനാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 460, നിയമന ശുപാർശ 85, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 229. കണ്ണൂർ ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 528, നിയമന ശുപാർശ 207, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 299. കാസർഗോഡ് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 641 പേര്, നിയമന ശുപാർശ 400 പേര്, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 271 പേര്. ഇതാണ് ജില്ലയിലെ മൊത്തം കണക്കെന്ന് പറയുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 14 ജില്ലകളുമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 8621, നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളവർ 3072, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളവരുടെ എണ്ണം 4175 പേർ. ഇതാണ് ഇതിന്റെ വിശദമായ കണക്ക്. ഈ നിലവിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് അടുത്ത UPSCന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. സമീപ ഭാവിയിൽ തന്നെ വരുമെന്നാണ് അറിയുന്നത്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു കണക്ക്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വളരെയധികം സഹായകമായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോ ജില്ലയിലെ സാധ്യതകൾ വെച്ചിട്ട് പഠിക്കാം. എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എത്രയും വേഗം നിയമനം കിട്ടട്ടെ എന്ന
ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ PSC അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, കൂടുതൽ ഉപകാരപ്രദമായ ഇതുപോലെയുള്ള PSC അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.